നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമനം ലഭിച്ച ഈഴവ സമുദായക്കാരനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതായി പരാതി. മാല കെട്ടുന്ന ജോലിയിൽ നിന്ന് മാറ്റിയത് ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷ പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ യുവാവിനെ. സാധാരണ ജോലി മാറ്റം മാത്രമെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ദേവസ്വം ബോർഡ് ചെയർമാന്റെ വിശദീകരണം. സ്ഥിരം കുറ്റവാളിയും കൊലക്കേസ് പ്രതിയുമായ ചെറുതുരുത്തി സ്വദേശി കരുതൽ തടങ്കലിൽ. കാപ്പ നിയമപ്രകാരം വിയ്യൂർ ജയിലിൽ അടച്ചത് വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ റജീബിനെ. നടപടി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ ലഹരി വിരുദ്ധ സദസ്സ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂരിൽ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും. പരിശുദ്ധ റംസാൻ മാസം ജീവകാരുണ്യത്തിന്റേതാക്കി വിശ്വാസികൾ. വാണിയംകുളം പനയൂരിൽ ഒരുമ വെൽഫെയർ ട്രസ്റ്റിന്റെ റിലീഫ് കിറ്റ് വിതരണം. 130 പേർക്ക് റംസാൻ കിറ്റ് നൽകി. കോട്ടായിൽ രോഗികൾക്ക് സാമ്പത്തിക സഹായവും റംസാൻ കിറ്റ് വിതരണവുമായി നന്മ ചാരിറ്റി സെൽ. നാടെങ്ങും ഉത്സവ നിറവ്. കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ഏകാദശി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. കുളപ്പള്ളി തൃപ്പുറ്റ താലപ്പൊലി വർണ്ണാഭം. മങ്കര കണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം തുടങ്ങി. പ്രസിദ്ധമായ മുള്ളൂർക്കര തിരുവാണിക്കാവ് വിദേശവേല മഹോത്സവം തിങ്കളാഴ്ച. വാർത്തകൾ വിശദമായി. ചരിത്രത്തിൽ ആദ്യമായി കഴകം പ്രവർത്തിക്കെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയെന്ന് ആരോപണം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് കഴകം പ്രവൃത്തിയായ മാലക്കെട്ടലിൽ നിന്ന് മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചത്. ബാലു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെത്താതെ പ്രതിഷേധ സ്വരത്തിലായിരുന്നുവെന്ന് പരാതിയുണ്ട്. വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴകപ്രവൃത്തിയിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തിയതെന്നാണ് ലഭ്യമാകുന്ന സൂചന. പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത്. ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഭ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റം തുടർന്നതിനെ തുടർന്ന് ഇയാൾ രാജിവെച്ച് പോകുവാൻ പോലും തയ്യാറായിരുന്നതായാണ് വിവരം. പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലി മാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ വിശദീകരണം. ദേവസ്വത്തിൻ്റെ നിലപാട് സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. തന്ത്രിമാർ അദ്ദേഹത്തിനെ നിയമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്ത് തന്നിരുന്നു. അതിന് തൃപ്തികരമായ രീതിയിലുള്ള മറുപടി തന്ത്രി പ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. സമയത്ത് തന്നെ സർക്കാർ ഉത്തരവ് പാലിക്കലാണ്, നടപ്പിലാക്കലാണ് ദേവസ്വം ബോർഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചുമതല. അതിൽ യാതൊരു മാറ്റില്ല എന്നവരെ അസന്ധിഗ്ധമായിട്ട് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്തും വിത്തിൻ സെക്കൻഡിൽ അഡ്മിനിസ്ട്രേറ്റർക്കും മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ യുവാവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ ബൈജുവിന്റെ മകൻ 34 വയസ്സുള്ള റജീബിനെയാണ് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ ആക്കിയത്. തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ മേലാണ് നടപടി. വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. വി കെ ശ്രീകണ്ഠൻ MP കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പനയൂർ ഡ്രീംസ് ഡെസ്റ്റിനി ഓഡിറ്റോറിയത്തിലാണ് കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. വി കെ ശ്രീകണ്ഠൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനേക ലക്ഷം ആളുകൾ വ്രതം അനുഷ്ഠിക്കുകയാണ്. ഈ വ്രതാനുഷ്ഠാന കാലം എന്ന് പറയുന്നത് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന
ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ വേദന എല്ലാവരും മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് കരുണയോടും സഹാനുഭൂതിയോടും സഹപ്രവർത്തകരോടും പ്രവർത്തിക്കണമെന്നും വലിയൊരു മഹത്തായ ആശയമാണ് നമ്മുടെ ഒരുമ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ മൊയ്തുപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സോമൻ സ്വാഗതം പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, പാലക്കാട് തഹസിൽദാർ സയ്യിദ് മുഹമ്മദ്, ഒരുമ വെൽഫെയർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശ്രീജേഷ്, ട്രഷറർ ഷുക്കൂർ പട്ടാമ്പി, ട്രസ്റ്റ് അംഗം അക്ബർ സെലോറ എന്നിവർ പ്രസംഗിച്ചു. 18 ഇനങ്ങൾ അടങ്ങിയ 1250 രൂപയുടെ കിറ്റ് 130 പേർക്കാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി നന്മ ചാരിറ്റി സെല്ലിന്റെ നേതൃത്വത്തിൽ റംലാൻ കിറ്റ് വിതരണവും രോഗികൾക്കുള്ള സാമ്പത്തിക വിതരണവും നടത്തി. KM അത്തൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 100 പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. KM മുസ്തഫ ദാരിമിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ നന്മ ചാരിറ്റബിൾ സെൽ ചെയർമാൻ KUM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KM അബ്ദുള്ള മുസ്ലിയാർ, VV സുലൈമാൻ, റഫീഖ് ഒതറോഡ്, KP മുബാറക്, KK മുഹമ്മദ് അലി, KUA ജലീൽ, KM ഇസാഖ്, VS ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ആ സഹജീവികളോട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ സഹതാപം പ്രകടിപ്പിക്കാനും സഹായിക്കാനുമുള്ള സംവിധാനം നമുക്കുണ്ടാക്കണം എന്ന് ഒരു കൂട്ടായ സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ആൾക്കാരുടെ യോഗത്തിൽ ഞങ്ങളങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും അത് ശരിയാണ്, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചില സഹായങ്ങൾ. നന്മ ചാരിറ്റബിൾ സെൽ കൺവീനർ KM അബ്ദുൾ ഹക്കീം സ്വാഗതവും ട്രഷറർ KH നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ണൂർ പള്ളിപ്പടിയിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അൻവർ സാദിഖ് നിർവഹിച്ചു. K അബ്ദുൾ ഹക്കീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സബിത മുനീർ, കുബ്ര PU, അബ്ദുൾ ഹക്കീം, PM സുലൈമാൻ, KM മുസദ്ദിഖ്, PS സൈനുദ്ദീൻ, ഫാസിൽ, OB ഷഫീർ എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PU റിജുല നന്ദിയും പറഞ്ഞു. അടക്കം വ്യാപിച്ചിരിക്കുന്ന ഈ ലഹരിക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്തിൽ ഒരു സന്ദേശം എന്ന നിലയിൽ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. അധികാരി വർഗങ്ങൾ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയാനകം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും മാരകമായ ലഹരി നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ബ്രൂവറികൾ പോലുള്ള സ്ഥാപനങ്ങൾ പാലക്കാട് ജില്ലയിലടക്കം തുടങ്ങുന്നു എന്നുള്ളത് വളരെ നിഷ്ഠൂരകരമാണ്, വളരെ ഭീകരമാണ്. അടുത്ത തലമുറ ഈ ലഹരിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു സങ്കോചവുമില്ലാതെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ ധിക്കരിക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്കെതിരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലുടനീളം നൈറ്റ് മാർച്ചുകളും അതുപോലെ പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂർ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും 5ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ, മുൻ കൗൺസിലർ വിപിൻനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പങ്കാളിത്തത്തോടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. വാർഡിൽ ഓരോ മേഖലയിലേക്കും ചെസ് ബോർഡുകൾ നൽകി കളി വ്യാപകമാക്കും. ഷൊർണൂർ SI രവികുമാർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഹരീഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അരുൺ സ്വാഗതവും അഭിനവ് നന്ദിയും പറഞ്ഞു. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് തുടക്കമായി. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ 50ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളം വിസ്മയ കാഴ്ചയായി. രാവിലെ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് ശുദ്ധികലശം, ചന്ദനം ചാർത്തൽ, അഷ്ടപതി, വഴിപാടുകൾ, പറവപ്പ്, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യ കലശാഭിഷേകം എന്നിവ നടന്നു. കോൽക്കളി, പൂതൻ തിറകളിയും ഉണ്ടായിരുന്നു. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ 50ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളം വിസ്മയ കാഴ്ചയായി. നൂറുകണക്കിന് ആളുകളാണ് മേളം കാണാനെത്തിയത്.
പനാവൂർ മനയ്ക്കൽ PMV നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി തൃപ്പുറ്റ താലപ്പൊലി വർണ്ണാഭം. തെക്കുമുറി, പുറയംകുളങ്ങര, വടക്കുമുറി, പടിഞ്ഞാറ്റുമുറി, മേൽമുറി, നെടുമ്പറമ്പ് വിഭാഗങ്ങളാണ് ആഘോഷത്തിന്റെ പങ്കാളികൾ. തെക്കുമുറി, പുറയംകുളങ്ങര വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ താലപ്പൊലി ആഘോഷം. കൊയ്തൊഴിഞ്ഞ വയലുകളിൽ ഉത്സവ നിറവിന്റെ അഴക് പോക്കുവെയിലിൽ സ്വർണമായി വിളഞ്ഞു. കാത്തിരുന്ന താലപ്പൊലിയെ തട്ടകം ഹൃദയം കൊണ്ട് വരവേറ്റു. പൂരക്കാഴ്ചയുടെ പൂർണ്ണതയാണ് കാവിലേക്ക് ഒഴുകിയെത്തിയത്. തെക്കുമുറി, പുറയംകുളങ്ങര, വടക്കുമുറി, പടിഞ്ഞാറ്റുമുറി, മേൽമുറി, നെടുമ്പറമ്പ് വിഭാഗങ്ങളുടെ പങ്കാളിത്തമാണ് തൃപ്പുറ്റ താലപ്പൊലിയുടെ ആവേശം. തലയെടുപ്പുള്ള ഗജവീരന്മാർ ദേശങ്ങൾക്കായി തിടമ്പേറ്റി. ഇണക്കാളകളും വണ്ടിവേഷങ്ങളും പൂതൻ തിറ ഉൾപ്പെടെ നാടൻ കലാരൂപങ്ങളും കളം നിറഞ്ഞാടി. പോക്കുവെയിൽ പൊൻപ്രഭ ചോരുമ്പോഴും നിലാവും വൈദ്യുതി ദീപങ്ങളും വിടർത്തിയ പ്രഭയിൽ കാഴ്ചകൾ പൂത്തുലഞ്ഞു. തെക്കുമുറി, പുറയംകുളങ്ങര വിഭാഗങ്ങൾക്കാണ് ഇത്തവണ പൂരം നടത്തിപ്പ് ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര തിരുവാണിക്കാവ് ദേശവേല മഹോത്സവത്തിന് നാടൊരുങ്ങി. ദേശവേലയോടനുബന്ധിച്ച് തയ്യാറാക്കിയ അലങ്കാര പന്തലിൽ ദീപം തെളിഞ്ഞു. തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ വേല മഹോത്സവം. 11 ദേശവിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂരങ്ങൾ കാവിലെത്തുക. ഇതിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ വകയായി 5 ആനയും, വടക്കുമുറി വിഭാഗത്തിന്റെ 3 ആനയും, വാഴക്കോട് വളവ് വിഭാഗത്തിന്റെ 3 ആനയും, കൊല്ലമാക്ക് വിഭാഗം 3 ആനയും, ആറ്റൂർ വളവ് 1 ആനയും അടങ്ങുന്ന 15 ആനകളാണ് ക്ഷേത്രത്തിലെത്തുക. ഇതിനോടൊപ്പം തന്നെ പഞ്ചവാദ്യവും ഉണ്ടാകും. കൂടാതെ പൂതൻ, തിറ, നായാടി, കാള അങ്ങനെ ബാക്കി വിഭാഗക്കാരുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. ഇതുകൂടാതെ വിവിധ ക്ലബ്ബുകളുടെ വേലകളും കാളവേലകളും മറ്റു വിവിധ വാദ്യോപകരണങ്ങളോട് കൂടിയ വേലകളും ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിൽ സ്ഥലപരിമിതി ഇല്ലാത്തതിനെ തുടർന്ന് 15 ആനകളെ കൂട്ടിയെഴുന്നള്ളിപ്പിക്കുന്ന പരിപാടിയില്ലെന്ന് ക്ഷേത്രം പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PS. രവീന്ദ്രൻ, മറ്റു ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ചെമ്പൈ ഗ്രാമം ഇനി സപ്തസ്വരങ്ങളാൽ മുഖരിതമാകും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തട്ടകമായ ചെമ്പൈ ഗ്രാമത്തിൽ ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. മാർച്ച് 8 ശനിയാഴ്ച വൈകിട്ട് 6 പ്രശസ്ത സംഗീതജ്ഞൻ TV ഗോപാലകൃഷ്ണന്റെ കച്ചേരിയോടെയാണ് സംഗീതോത്സവം തുടങ്ങിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭ മുൻ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നിയോജക മണ്ഡലം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് PA മുംതാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുജ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. OC മീനാക്ഷി, M. ഭാഗീരഥി, സുമാലിനി, വിലാസിനി, രമണി ടീച്ചർ, DCC സെക്രട്ടറി VKP വിജയനുണ്ണി, KK വേണുഗോപാലൻ, VP രാധാകൃഷ്ണൻ, MR അരുൺ, PK മോഹൻദാസ്, PV രാമകൃഷ്ണൻ, KT വേണുഗോപാലൻ, K. ശിവപ്രകാശൻ, TM പരമേശ്വരൻ, NM പത്മനാഭൻ, V. മുരളീധരൻ, G. അജിത് കുമാർ, M. ജയരാജൻ, A. ജയനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. വേണുഗോപാൽ, രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടായി വനിതാ സാഹിതിയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കനൽ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മ ശ്രദ്ധേയമായി.
നാടകനടി ലതാ മോഹനൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സ്റ്റാളുകൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങ് പി സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ്, വൈസ് പ്രസിഡന്റ് അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, അംബിക തുടങ്ങിയവർ സംസാരിച്ചു. വിട്ടുനിൽക്കരുത് സജീവമാകുക എന്ന മുദ്രാവാക്യവുമായി കോട്ടായി FITUവിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന വനിതകളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് അസീസ് ആലത്തൂർ ഉദ്ഘാടനം ചെയ്തു. ടൈലറിംഗ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മറിയ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുൽ സലാം, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ കോട്ടായി, സിന്ധു, പ്രീത, നദിറ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ കേരള ടീം അംഗമായ അതുല്യ ഉദയപ്രകാശിനെ അനുമോദിച്ചു. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയാകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ഉദയപ്രകാശ്, K ഇന്ദ്രപ്രസാദ്, R രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി നീള ക്യാമ്പസിൽ വനിതകളുടെ കൂട്ടായ്മയിൽ കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറുന്നു. കലാമണ്ഡലം ഭരണസമിതി അംഗവും വാദ്യവിഭാഗം മേധാവിയുമായിരുന്ന കരിയന്നൂർ നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നൂറുകണക്കിന് ആളുകൾ കഥകളി അരങ്ങേറ്റം കാണുവാനായി എത്തിയിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുതിർന്ന വനിതയ്ക്ക് സ്നേഹാദരം. കാരക്കാട് കുണ്ടിൽ മാധവിയെയാണ് ക്ലബ്ബ് ഉപഹാരം നൽകി ആദരിച്ചത്. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വനിതാവേദി, ജൂനിയർ വനിതാവേദി, വയോജനവേദി, ലൈബ്രറി എന്നീ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വയോധികയായ കാരക്കാട് കുണ്ടിൽ മാധവിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചത്. വനിതാവേദി കോർഡിനേറ്ററും മുൻ നഗരസഭാ കൌൺസിലറുമായ C പുഷ്പ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി C ബിജു, TK ഉണ്ണികൃഷ്ണൻ, S ചന്ദ്രൻ, C ഹരിദാസ്, P ശിവാനന്ദൻ, KP സുധീഷ്, PK സഞ്ജയൻ, K രാധാകൃഷ്ണൻ, ലതാ തിലകൻ, രാധിക, K സുമിജ മനേഷ്, AG ആര്യ, K മാധവി എന്നിവർ സംസാരിച്ചു. പുരുഷ മേധാവിത്വമുള്ള സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ നാട്, അതിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങളും നേട്ടങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം. അതാണ് ഈ വനിതാ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്തരം അനുഭവസ്ഥരായ ആളുകൾ നിൽക്കുമ്പോൾ നമ്മളെ ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്തിരിപ്പാല നഗരിപ്പുറം ഗ്രന്ഥശാലയിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ഡോക്ടർ സിബില രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സിബില ക്ലാസ് എടുത്തു. സെക്രട്ടറി രാധാകൃഷ്ണൻ, KV വിജയൻ, കൃഷ്ണലീല ടീച്ചർ, വാസന്തി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് നമുക്ക് കുറച്ച് സമയം എല്ലാവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ആ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കാം. പൊതുവെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ അറിയാൻ താല്പര്യം? ഇന്ററാക്ട് ചെയ്യണം. അതായത് നിങ്ങൾ സ്ത്രീകൾക്ക് കോമൺ ആയി വരുന്ന ഡിസീസുകൾ. ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? മങ്കര സുരഭി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. മങ്കര SI സുദർശന ഉദ്ഘാടനം ചെയ്തു. ASI PK ഉഷ, അഡ്വക്കേറ്റ് ജലജ എന്നിവർ ക്ലാസ് എടുത്തു. മങ്കര പഞ്ചായത്തിലെ കലാപ്രതിഭയായ ഹർഷ്യ ഗിരീഷിനെ മങ്കര SI സുദർശന ഉപഹാരം നൽകി ആദരിച്ചു. അജിൽ, V വസുമതി, ഹർഷ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ എന്നെ വിഷയം കൂടെ വിളിച്ചപ്പോൾ ആ ചേച്ചി വിളിക്കുന്നത് വരണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതോടെ അങ്ങനെ പോയുള്ളൂ, വീട്ടിൽ കയറിയില്ല. അപ്പൊ എനിക്ക് അന്നപ്പോൾ ശരി ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ വന്നു. അതിന്റെ ഭാഗമായിട്ട് അതിൽ സന്തോഷം. പിന്നെ മോൾ ആദരിക്കാൻ ചെറുതായിട്ടൊരു ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ഓൾ ദ ബെസ്റ്റ്. നല്ല ഒരു എന്താ പറയുക കരിയറിൽ ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആ ഒരു കലാരംഗം മികച്ച രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു ചെറിയൊരു വേദി കിട്ടിയത് ഞങ്ങൾ പറയാലോ, നമുക്ക് അവസരം കിട്ടിയാൽ എപ്പോഴും പോലീസിന്റെ കാര്യങ്ങൾ കുറച്ച് പറയും. അത് വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ മക്കള്, നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ പേരമക്കള്, നിങ്ങളുടെ മരുമക്കള്, പ്രത്യേകിച്ച് പെൺമക്കള്, ആ മക്കളെയൊക്കെ നമുക്ക് രണ്ടാമത് നോക്കാം. ആദ്യം പെൺമക്കളുടെയും നിങ്ങളുടെ മരുമക്കളുടെയും
നിങ്ങളെ പേരക്കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരെന്തായാലും ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഫോൺ വന്നു. ഫസ്റ്റ് TV ആയിരുന്നു, നമുക്ക് TV പല വീട്ടിലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ TV ഇല്ലാത്ത വീടുകളില്ല. മാറ്റുലി കേരളം ലഹരിയുടെ തലസ്ഥാനമായി മാറുകയാണെന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിക്കാതിരുന്നതാണ് ഇന്നത്തെ ദുരവസ്ഥയിലേക്ക് നാടിനെ നയിച്ചതെന്ന പരാതികൾ പലരും ഉയർത്തുന്നുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റുലിയിലേക്ക്. MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുമ്പോൾ പ്രധാന കണ്ണികളെ പിടിക്കാതെ 20 ഗ്രാം, 5 ഗ്രാം, 10 ഗ്രാം ഇത് മാത്രമാണ് നമ്മൾ പിടിക്കപ്പെടുന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാൻ കഴിയുന്നത്. അതങ്ങനെയല്ല. പ്രധാന കണ്ണികളെ തീർച്ചയായിട്ടും പോലീസ് ഓഫീസേഴ്സ് അവരെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് അവരെ പിടിച്ച് അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. കേരളം ഇപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് നടക്കുന്ന കുട്ടികളടക്കം വഴക്കുകളും പരസ്പരം തല്ലും കൊലപാതകങ്ങളും വരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അനിഷ്ട സംഭവങ്ങളാണ് ഓരോ ദിവസവും പത്രങ്ങളും TV മാധ്യമങ്ങൾ കാണുമ്പോഴും നമ്മൾ കാണുന്നത്. എല്ലാം ലഹരി മൂലം. ഇതിനൊരു അറുതി വരണമെങ്കിൽ മദ്യവും ലഹരിയും പൂർണ്ണമായും കേരളത്തിൽ നിരോധിക്കണം എന്നാണ് പറയാനുള്ളത്. മദ്യക്കുപ്പിയുടെ മുകളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയതുകൊണ്ട് ഒരു കാര്യമില്ല. സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് പാക്കറ്റിൽ എഴുതിയതുകൊണ്ട് കാര്യമില്ല. എഴുതിയത് എത്ര പേര് വായിക്കുന്നുണ്ട്, അഥവാ വായിച്ചാൽ തന്നെ എത്ര പേര് അത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപകടകരമായ ഒരു ചെടി നമ്മുടെ വീട്ടുപരിസരത്തുണ്ടെങ്കിൽ, വീടിന് ശല്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് വെട്ടിയത് കൊണ്ട് മാത്രമായോ? അതിൻ്റെ കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ തൽക്കാലത്തെ ഒരു ശാന്തി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും കിളിർത്തു വരികയാണ് ചെയ്യുന്നത്, നമ്മൾ കാണുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ് പതിവ്? ആ മരം വേരോടെ പിഴുതെടുത്ത് കളയുന്നു. കേരളം ലഹരിയുടെ തലസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്ന വാർത്തകളും നടക്കുന്ന സംഭവങ്ങളിലൂടെയും അറിയാൻ കഴിയുന്നത്. ഇത് തടയുന്നതിൽ, വ്യാപനം തടയുന്നതിൽ പോലീസ് അതുപോലെ എക്സൈസ് വകുപ്പുകൾ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം ഒരു ദിവസം നമ്മൾ പിടിക്കുന്നുണ്ട്, ഇത്ര ഗ്രാം പിടിച്ചു, ഇത്ര ആളുകൾ അറസ്റ്റ് ചെയ്തു, ഒരു വർഷം ഇത്ര ലഹരി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഉറവിടത്തിലേക്ക് എത്തിയിട്ടില്ല. വെറും കാരിയറെ പിടിച്ചുകൊണ്ട് ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഉറവിടത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിൻ്റെ മുഴുവനും ഈ വേരറക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചരണങ്ങളും ലഹരി വിരുദ്ധ പ്രചരണങ്ങളും മറ്റുമായുള്ള ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിലും വ്യാപനം കൂടുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പുതിയ തലമുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളും ഭവിഷ്യത്തുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും കുറേ ആളുകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അത് മാറാൻ ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടി നിയമവ്യവസ്ഥയിൽ കർശനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമനം ലഭിച്ച ഈഴവ സമുദായക്കാരനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതായി പരാതി. മാല കെട്ടുന്ന ജോലിയിൽ നിന്ന് മാറ്റിയത് ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷ പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ യുവാവിനെ. സാധാരണ ജോലി മാറ്റം മാത്രമെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ദേവസ്വം ബോർഡ് ചെയർമാന്റെ വിശദീകരണം. സ്ഥിരം കുറ്റവാളിയും കൊലക്കേസ് പ്രതിയുമായ ചെറുതുരുത്തി സ്വദേശി കരുതൽ തടങ്കലിൽ. കാപ്പ നിയമപ്രകാരം വിയ്യൂർ ജയിലിൽ അടച്ചത് വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ റജീബിനെ. നടപടി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ ലഹരി വിരുദ്ധ സദസ്സ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂരിൽ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും. പരിശുദ്ധ റംസാൻ മാസം ജീവകാരുണ്യത്തിന്റേതാക്കി വിശ്വാസികൾ. വാണിയകുളം പനയൂരിൽ ഒരുമ വെൽഫെയർ ട്രസ്റ്റിന്റെ റിലീഫ് കിറ്റ് വിതരണം. 130 പേർക്ക് റംസാൻ കിറ്റ് നൽകി. കോട്ടായിൽ രോഗികൾക്ക് സാമ്പത്തിക സഹായവും റംസാൻ കിറ്റ് വിതരണവുമായി നന്മ ചാരിറ്റി സെൽ. നാടെങ്ങും ഉത്സവ നിറവ്. കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ഏകാദശി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. കുളപ്പുള്ളി തൃപ്പുറ്റ താലപ്പൊലി വർണ്ണാഭം. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം തുടങ്ങി. പ്രസിദ്ധമായ മുള്ളൂർക്കര തിരുവാണിക്കാവ് വിദേശവേല മഹോത്സവം തിങ്കളാഴ്ച.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.